രാമദാസചരിതം. ദ്വാരകയിൽ നിന്ന് കുറെ കിഴക്കായി ഡകോരം എന്ന് പ്രസിദ്ധപ്പെട്ടതായ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ രാമദാസൻ എന്നു പേരായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം ഗൃഹസ്ഥനാണെങ്കിലും വിഷ്ണുഭക്തിയിൽ അതിതൽപരനായിരുന്നു. അദ്ദേഹം മാസം തോറും ഏകാദശി ദിവസം ദ്വാരകയിൽ പോയി ഉപവസിച്ച് രാത്രിയിൽ ഉറക്കമൊഴിച്ച് പിറ്റേ ദിവസം ഗൃഹത്തിലേക്ക് തന്നെ മടങ്ങിവരും. ഇങ്ങനെയാണ് നിയമം. താൻ ഭിക്ഷയെടുത്തു സാധുസേവയും വിഷ്ണു പൂജയും ചെയ്യും. ഇങ്ങനെ കുറേ കാലം നടന്നു വന്നതിന് ശേഷം രാമദാസന് വാർദ്ധക്യം ബാധിച്ചു. എന്നിട്ടും ദ്വാരകയാത്ര നിർത്തിയില്ല. കാലം കൊണ്ട് വളരെ ജരാതുരനായി. ആ ബ്രാഹ്മണൻ ഒരു ഏകാദശി ദിവസം വളരെ പണിപ്പെട്ട ദ്വാരകയിൽ ചെന്നു. രണശൂര കൃഷ്ണമൂർത്തിയെ ദർശിച്ച് പൂജയും കഴിച്ച് ഉപവാസത്തോടുകൂടി ക്ഷേത്രത്തിൽ തന്നെ ഇരുന്നു. രാത്രി ഉറങ്ങാതെ തന്നെ കൃഷ്ണമൂർത്തിയെ സേവിച്ചു. പിറ്റേ ദിവസം ഗൃഹത്തിലേക്ക് നടപ്പാൻ വയ്യാതായി. അപ്പോൾ അവിടെ തന്നെ പാരണ കഴിച്ച രണശൂര കൃഷ്ണമൂർത്തിയുടെ ക്ഷേത്രത്തിൽ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ ആ ബ്രാഹ്മണനോട് കൃഷ്ണമൂർത്തി സ്വപ്നത്തിൽ പറഞ്ഞു: ബ്രാഹ്മണ, ഞാൻ അങ്ങയുടെ നിഷ്ഠ കണ്ട് വളരെ സന്തുഷ്ടനായി. അങ്ങയോടൊരുമിച്ച് എന്നെയും കൊണ്ടുപോവുക. ഒരു വണ്ടി കൊണ്ടുവന്ന അർദ്ധരാത്രിയിൽ എന്നെ എടുത്ത് വണ്ടിയിൽ വെച്ച് ഭവാനും വണ്ടിയിൽ കയറി പോയിക്കൊള്ളുക എന്നിങ്ങനെ സ്വപ്നം കണ്ട് ബ്രാഹ്മണൻ സന്തോഷത്തോടുകൂടി പിറ്റേ ദിവസം ഗൃഹത്തിലേക്ക് പോയി. പിന്നെ ഏകാദശി വന്നപ്പോൾ ഒരു വണ്ടിയിൽ കയറി ദ്വാരകയ്ക്ക് ചെന്ന് അന്ന് ഉപവസിച്ചു. പിറ്റേ ദിവസം പാരണയും കഴിച്ച് അന്ന് അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങിയപ്പോൾ ക്ഷേത്രത്തിന്റെ അകത്തു കടന്ന് രണശൂരമൂർത്തിയുടെ വിഗ്രഹത്തിന്മേൽ അലങ്കരിച്ചിരുന്ന ആഭരണങ്ങളെ എല്ലാം അഴിച്ച് അവിടെ തന്നെ വെച്ച് ആ വിഗ്രഹമെടുത്ത് വണ്ടിയിൽ വെച്ചു. ആരെങ്കിലും കണ്ടാലോ എന്നുള്ള ഭയം കൊണ്ട് അതിവേഗത്തിൽ വണ്ടി ഓടിച്ച് തന്നെ ഗൃഹത്തിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ദ്വാരകയിൽ പൂജകന്മാർ വന്നു നോക്കുമ്പോൾ രണശൂര കൃഷ്ണമൂർത്തിയെ കാണാനില്ല. ഇതെന്തൊരത്ഭുതമാണ്! കൃഷ്ണമൂർത്തി ആരാണ് കൊണ്ടുപോയത് എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ട് അവിടെ വന്നിട്ടുള്ളവരെല്ലാവരും അന്വേഷിച്ചു. രാമദാസനെയും വണ്ടിയെയും കാണാഞ്ഞതുകൊണ്ട് അവനാണിത് ചെയ്തതെന്ന് അവർ നിശ്ചയിച്ചു. അർദ്ധരാത്രി സമയത്താണ് രാമദാസൻ വണ്ടിയിൽ പോയതെന്ന് അവിടെ കൂടിയവരെല്ലാവരും പറയുകയും ചെയ്തു. ഉടനെ പൂജകന്മാർ ആ വഴിക്ക് തന്നെ ഓടി. രാമദാസൻ വണ്ടിയും കൊണ്ട് തൻ്റെ ഗ്രാമത്തിലെത്തുമ്പോഴേക്ക് പൂജകന്മാരും ഓടിയെത്തി. രാമദാസൻ അവർ ഓടി വരുന്നത് കണ്ടിട്ട് കൃഷ്ണമൂർത്തിയെ വേഗം എടുത്ത് അവിടെയുള്ള കുളത്തിലിട്ട് താൻ വേഗം വന്ന് വണ്ടിയിൽ കയറിയിരിക്കുകയും ചെയ്തു. അപ്പോൾ പൂജകന്മാർ ബന്ധപ്പെട്ട് വന്ന് വണ്ടിയിൽ നോക്കി വിഗ്രഹം കണ്ടില്ല. അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു: ഇവൻ കുളത്തിലേക്ക് പോകുന്നതും പിന്നെ മടങ്ങി വരുന്നതും കണ്ടു. കുളത്തിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുമോ നോക്കുക എന്നും പറഞ്ഞ് അവർ കുളത്തിലിറങ്ങി നോക്കിയപ്പോൾ വിഗ്രഹം കണ്ടു. അവർ എല്ലാവരും കൂടി അതിനെ വെള്ളത്തിൽ നിന്ന് എടുക്കാൻ യത്നിച്ചിട്ടും അത് പൊന്തിയതേയില്ല. അപ്പോൾ അവർ വിസ്മയിച്ചു. രാമദാസൻ ഒരുത്തൻ തന്നെ എടുത്ത വിഗ്രഹം നമ്മൾ ഇത്ര ആളുകൾ ശ്രമിച്ചിട്ടും എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇത് ശ്രീഹരിയുടെ ചേഷ്ടിതം തന്നെ, സംശയമില്ല. കൃഷ്ണമൂർത്തിക്ക് ദ്വാരകയ്ക്ക് വരുവാൻ മനസ്സില്ലായിരിക്കാം. എന്നാൽ നമ്മൾക്കും ഇവിടെ തന്നെ ഇരിക്കാം എന്നിങ്ങനെ നിശ്ചയിച്ച് അവരെല്ലാവരും നിരാഹാരന്മാരെ അവിടെ തന്നെ ഇരുന്നു. രാത്രിയിൽ അവർ ഉറങ്ങിയപ്പോൾ കൃഷ്ണമൂർത്തി അവരോട് സ്വപ്നത്തിൽ: ഞാൻ രാമദാസന്റെ ഭക്തി കൊണ്ട് വശീകൃതനായിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നിങ്ങൾ എൻ്റെ വിഗ്രഹത്തിന് തുല്യമായ സ്വർണം വാങ്ങി വേറെ ഒരു വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച് പൂജിച്ചു കൊള്ളുവിൻ. നിങ്ങൾക്ക് അവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞു. രാമദാസനോടും സ്വപ്നത്തിൽ: ബ്രാഹ്മണ, അങ്ങ് എൻ്റെ വിഗ്രഹത്തിന്റെ തൂക്കത്തിന് തുല്യം സ്വർണം അവർക്ക് കൊടുത്ത് ഭക്തിയോടുകൂടി അവരെ ആദരിച്ചയക്കുക. അനന്തരം എൻ്റെ വിഗ്രഹത്തെ അങ്ങയുടെ ഗൃഹത്തിൽ വെച്ച് പൂജിച്ചു കൊള്ളുക. ഞാൻ അങ്ങയുടെ ഗൃഹത്തിൽ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു. രാമദാസന്റെ ഭാര്യയോടും സ്വപ്നത്തിൽ: നിന്റെ കാതിലിട്ടിട്ടുള്ള കർണാഭരണം തുലാസിൽ വെച്ച് തൂക്കിക്കൊടുക്കുക. ഞാൻ അതിനോട് തുല്യനാവാം എന്നിങ്ങനെ പറഞ്ഞ ഭഗവാൻ മറഞ്ഞു. പൂജകന്മാർ എല്ലാവരും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് രാമദാസന്റെ ഗൃഹത്തിൽ വന്ന്: ഞങ്ങൾക്ക് കൃഷ്ണവിഗ്രഹത്തോട് തുല്യം സ്വർണം തരിക. ഞങ്ങൾ ദ്വാരകയ്ക്ക് പോയിക്കൊള്ളാം. ഞങ്ങളോട് ഇന്നലെ രാത്രി ഭഗവാൻ ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് രാമദാസൻ വളരെ വിസ്മയത്തോടെ പറഞ്ഞു: നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെ. എന്നോടും ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എൻ്റെ പക്കൽ അത്ര സ്വർണം എവിടെയാണ്? എങ്കിലും ഞാൻ പത്നിയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് രാമദാസൻ ഭാര്യയുടെ അടുക്കൽ ചെന്ന് വൃത്താന്തം പറഞ്ഞു. അപ്പോൾ ഭാര്യ: അങ്ങ് എന്തിനാണ് ഖേദിക്കുന്നത്? ഭക്തവത്സലനായ ഭഗവാൻ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിരിക്കുന്നു, നിന്റെ കാതിലുള്ള ആഭരണത്തോടെ ഞാൻ തുല്യനാവാം, അതിനെ കൊടുക്കുക എന്ന്.
അതുപ്രകാരം ഇത് കൊണ്ടുപോയി തൂക്കിക്കൊടുക്കുക എന്ന് പറഞ്ഞ് കർണാഭരണം അഴിച്ച് രാമദാസന്റെ കയ്യിൽ കൊടുത്തു. അത് കണ്ടപ്പോൾ രാമദാസന് വളരെ സംശയം തോന്നി. അപ്പോൾ ഭാര്യ പറഞ്ഞു, അങ്ങൊട്ടും സംശയിക്കേണ്ട. 1000 ജനങ്ങൾ കൂടി എടുപ്പാൻ കഴിയാത്ത പ്രതിമയെ അങ്ങൊറ്റയ്ക്കെടുത്തല്ലേ കുളത്തിലിട്ടത്. അത് വിചാരിക്കുക. ഇതുകൊണ്ടുപോയി തൂക്കി നോക്കുക. ഭഗവാൻ ഭക്തവത്സലനാണ്, നിശ്ചയമായും ഇതിന് സമാനമാവും. ഇങ്ങനെ ഭാര്യ പറഞ്ഞത് കേട്ട് രാമദാസൻ അത് വാങ്ങിക്കൊണ്ടുപോയി. രണശൂരമൂർത്തിയെ കുളത്തിൽ നിന്ന് രാമദാസൻ തന്നെ എടുത്തുകൊണ്ടുവന്ന് തുലാസിൽ വെച്ചു. മറ്റേ തട്ടിൽ സ്വർണവും വെച്ചു. ഈ വൃത്താന്തമെല്ലാം കേട്ട് അവിടെ വളരെ ജനങ്ങൾ വന്നു നിറഞ്ഞു. തുലാസിൽ വെച്ചിട്ടുള്ള പ്രതിമയെയും അതിനു സമമായി തൂക്കുവാൻ വെച്ചിരിക്കുന്ന സ്വർണത്തെയും കണ്ട് ജനങ്ങൾ ഉറക്കെ ചിരിക്കുവാൻ തുടങ്ങി. പൂജകന്മാർ വളരെ ക്രോധത്തോടെ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, എന്താണ് ഈ കാണിക്കുന്നത്? ഈ മൂർത്തിക്ക് സമമായ സ്വർണമാണോ ഇത്? അപ്പോൾ രാമദാസൻ പറഞ്ഞു, നിങ്ങൾ സംശയിക്കേണ്ട, തൂക്കി നോക്കുവിൻ. ഗുരുത്വവും ലഘുത്വവും എല്ലാം ഭക്തപരാധീനനായ ഭഗവാന്റെ ലീലയാണ്. നിങ്ങൾ 1000 ജനങ്ങൾ കൂടി എടുപ്പാൻ കഴിയാത്ത പ്രതിമയെ ഞാൻ ഒറ്റയ്ക്കെടുത്തില്ലേ? ഇത് കേട്ട പൂജകന്മാർ തൂക്കി നോക്കി. ആ സ്വർണവും പ്രതിമയും തുല്യമായിരുന്നു. അത് കണ്ടവർ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അപ്പോൾ പൂജകന്മാരിൽ മൂർഖനായ ഒരുവൻ എഴുന്നേറ്റ് കൃഷ്ണവിഗ്രഹത്തെ ഞാൻ എടുത്തുകൊണ്ടു പോകാം എന്നുള്ള അഹംഭാവത്തോടു കൂടി വിഗ്രഹത്തിന്റെ അടുക്കൽ ചെന്ന് വളരെ ശ്രമിച്ചിട്ടും അതിന് ഇളക്കമുണ്ടായില്ല. അപ്പോൾ മറ്റെല്ലാവരും പരിഹസിച്ചുകൊണ്ട് അവനെ ആ യത്നത്തിൽ നിന്ന് പിൻവലിപ്പിച്ചു. അനന്തരം ആ പൂജകന്മാർ ആ സ്വർണത്തെ വാങ്ങിക്കൊണ്ട് രാമദാസനോട് യാത്രയും പറഞ്ഞ് ദ്വാരകയ്ക്ക് പോവുകയും ചെയ്തു. രാമദാസൻ ആ രണശൂര കൃഷ്ണമൂർത്തിയെ എടുത്ത് ഭക്തിയോടുകൂടി തന്റെ ഗൃഹത്തിൽ പ്രതിഷ്ഠിച്ച് അത്യാദരവോടെ പൂജിച്ചു വന്നു. ജീവാവസാനം വരെ കൃത്യനായിരുന്ന രാമദാസൻ അന്ത്യത്തിൽ വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോഴും ആ രണശൂര കൃഷ്ണമൂർത്തി ഡഗോര ഗ്രാമത്തിന്റെ നടുവിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭക്തി തന്നെയാണ് സർവോത്തമമായിട്ടുള്ളത്. ഭഗവാൻ ദ്വാരകയിൽ നിന്ന് രുക്മിണി മുതലായവരെ ഉപേക്ഷിച്ച് ഒരു ദരിദ്ര ബ്രാഹ്മണന്റെ കൂടെ വന്നില്ലേ? അതുകൊണ്ട് ഏത് വിധത്തിലും ഭക്തി ഉണ്ടാവാനാണ് എല്ലാവരും യത്നം ചെയ്യേണ്ടത്.